ഓരോ വീടും ഓരോ തണലിടങ്ങളാണ്. ആ തണലിടങ്ങൾ തേടിയുള്ള യാത്രയാണ് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം. ഈ ചാനലിൻ്റെ പേരാണ് തണൽ നമ്മുടെ ഇടം. വീടുകളുടെ അകത്തളങ്ങളുടെ കഥ പറയുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലെ വീടിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും, പങ്കുവെക്കുന്നതായിരിക്കും. ആർക്കിടെക്ട് അബ്ദുൾ വാരിസ് ഡിസൈൻ ചെയ്ത് സാർക്ക് ഇൻറ്റീരിയർ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ പാനലിംഗ് വർക്കുകളെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വുഡിൽ CNC വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ക്ലാഡിങ് ചെയ്തിട്ടുള്ള ഭാഗത്ത് സിമൻറ്റ് ഷീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എക്സ്ട്രാ പ്രൊജക്ഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്താണ് ഈ വുഡൻ ക്ലാഡിങ്സ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിൽ നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടി വിനീർ ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വാൾ ആർട്ടുകളെല്ലാം സ്ട്രെച്ചർ വർക്കിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ട് അതിൽ ഓരോ ബീഡിങ്ങും നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡ് ബീഡിങ് ചെയ്തതിന് ശേഷം ആ ബീഡിങ് വരെ നമ്മൾ സ്ട്രെച്ചർ പെയിൻറ് ചെയ്ത് ഫിനിഷ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് ചെയ്ത് ക്ലാഡിങ് കൊടുത്തിട്ടുള്ള, ഡബിൾ ഹൈറ്റ് ചെയ്ത് സ്ട്രെച്ചർ വർക്ക് ചെയ്തിട്ടുള്ള ഈ വോളിൽ ഒരു ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കർട്ടൻസ് എല്ലാം ലോങ് കർട്ടൻ ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വാള് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, ഈ ഗ്രൂ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് സിമൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് പാനലിംഗ് ചെയ്തിട്ട് ഈ വർക്ക് റൂട്ടർ വർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിന് സ്ട്രെച്ചർ വർക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വോളിലും മനോഹരമാക്കാൻ വേണ്ടി രണ്ട് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ നമ്മൾ കാണുന്ന ഭാഗത്ത്, ഈ ഡബിൾ ഹൈറ്റിലുള്ള ഭാഗത്ത് താഴേക്ക് രണ്ട് ഫാൻസി ലൈറ്റ്സുകളും കൊടുത്തിട്ടുണ്ട്, 3 ലൈറ്റ്സുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഡൈനിങ് സ്പേസ് വരുന്ന ഭാഗത്ത് ഈ ഡൈനിങ് ടേബിളെല്ലാം കൊറിയൻ ടോപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കൊറിയൻ ടോപ്പിന് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന അതേ കളർ പാറ്റേണിലുള്ള ചെയേഴ്സും തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പോകുന്ന ഈ ഭാഗത്ത് നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക്, ഈ ഒരു ആർട്ട് വർക്ക് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം വുഡൻ എലമെൻറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വുഡൻ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സ്ട്രെച്ചർ വർക്കാണ് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവിടെ തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഒരു ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന വാഷ് ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം കൊറിയൻ ടോപ്പ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതായത് കൊറിയൻ ടോപ്പ് തന്നെ ഈ വാഷ് ബേസിനും സിങ്കെല്ലാം കൊറിയൻ ടോപ്പ് തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മളൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഗ്ലാസും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ ഏരിയയുടെ താഴെ ഭാഗം ഒരു 2 അടി താഴ്ചയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെയുള്ള ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റഡി ഏരിയ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാളാട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോറേജ് സ്പേസ്, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റോറേജ് സ്പേസിനകത്താണ് ബാറ്ററി പാക്കുകളെല്ലാം വെച്ചിട്ടുള്ളത്. അതുപോലെ DVR, നമ്മളെ ക്യാമറയുടെ DVR എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഈ ബോക്സിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യത്തിന് ഒരു ലൈറ്റും നമുക്ക് സ്പോട്ടഡ് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ ഏരിയ ഫിനിഷ് ചെയ്തിട്ടുള്ളത്, സ്റ്റെപ്പുകളെല്ലാം നമ്മൾ വുഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാച്ചുറൽ വുഡാണ്, തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെസ്റ്റ് എല്ലാം തേക്ക് തടിയിൽ തന്നെ ചെയ്ത് ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള തേക്ക് തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബെഡ് കോട്ട് ചെയ്തിട്ടുള്ളത് കുഷ്യൻ ടൈപ്പാണ്. ഈ കുഷ്യൻ ടൈപ്പായ ഇതിന് സൂട്ടായ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ വാർഡ്രോബിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ കളർ പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പാനലിംഗ് ഈ ബാക്ക് സൈഡിൽ വാളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാളിൽ കൊടുത്തിട്ട് ആ പാനലിങ്ങിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഈ ആർട്ട് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ എല്ലാ ബീഡിങ്സും വിനീർ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓരോ എലമെൻസിനും ഈക്വലായി ശരിക്കും ഒരു വാർഡ്രോബ് ഫിനിഷിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫീല് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബാക്ക് പാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൈഡ് ടേബിൾസ് എല്ലാം ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് തന്നെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള അതേ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് സ്യൂട്ടായിട്ടുള്ള, അതായത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള തേക്ക് തടിയുടെ അതേ ഫിനിഷിങ്ങിൽ തന്നെയുള്ള റൗണ്ട് ടേബിൾസ് ആണ് ഇവിടെ സൈഡ് ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഈ വാർഡ്രോബിനകത്തും നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡ് റെസ്റ്റിൽ കൊടുത്ത അതേ സെയിം പാറ്റേൺ ഇവിടെ
നമ്മൾ ഓരോ എഡ്ജസ് ഫിനിഷ് ചെയ്തിട്ട് ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എഡ്ജസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം ശരിക്കും ഒരു മിററായിട്ട് തന്നെ യൂസ് ചെയ്യാൻ നമുക്ക് ശരിക്കും ഫുൾ മിറർ തന്നെ ഒരു ഗ്ലാസ്സിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാരൻസ് ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമിനകത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു കോട്ട് തന്നെ നമ്മളിവിടെ കാണാൻ കഴിയും. ഈ കോട്ട് ചെയ്തിട്ടുള്ളത് ഫുള്ള് കുഷ്യൻ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഈ കോട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം അതിന് പുറമെ ഇതിൻ്റെ ഈ വോളിലേക്ക് നമുക്കൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഏറ്റവും ഭംഗിയാക്കുന്ന രീതിയിൽ ഒരു ടോപ്പിൽ നമ്മളൊരു മൾട്ടിവുഡ് വെച്ചിട്ട് വിനീർ ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിനിഷിനനുസരിച്ചിട്ടുള്ള ഒരു സൈഡ് ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രൊജക്റ്റുകളും പ്രീമിയം ലെവലിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഒരു വർക്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഓരോ പ്രൊജക്റ്റിലും നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ട്രക്ചർ പെയിൻറ്. ഈ സ്ട്രക്ചർ പെയിൻറ്റിനോട് കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഫിനിഷിങ് വൃത്തിയായി വരാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തും ഇത് വിനീർ ഫിനിഷിൽ മൾട്ടിവുഡിൽ തന്നെ ചെയ്തതിന് ശേഷം അതിൽ വിനീർ ഫിനിഷ് ചെയ്തിട്ടാണ് ഈ വാളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വാളിൻ്റെ ഒരു ഡിസൈൻ, ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിട്ട് ഒരു പാനലിംഗ് വർക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സിമെന്റ് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ടെക്സ്ചർ വർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് ഏറ്റവും സുന്ദരമായ മനോഹരമായ ഒരു ചെയർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പാരൻസ് ബെഡിൽ വന്നിട്ടുള്ള വാർഡ്രോബിനോട് കൂടി തന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ പോലെ, അതായത് എപ്പോഴും നമുക്ക് ആവശ്യകരമായ ഒരു പ്രൊഡക്റ്റാണ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കൊന്ന് ഇരുന്ന് എന്തെങ്കിലും ഒന്ന് എഴുതുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഒരു സൈഡ് ടേബിൾ, ഒരു ടേബിൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിനോട് കൂടി തന്നെയാണ് നമ്മുടെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ സ്പേസിനനുസരിച്ചിട്ടുള്ള ഒരു വാർഡ്രോബാണിത്. ഇത് 2 ഗ്ലാസ് ഡോറാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ഓർഗനൈസറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചണിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെല്ലാം ഉപയോഗിച്ചേക്കുന്ന ഗ്ലാസ് എല്ലാം പാനലാക് ഗ്ലാസ് ആണ്. മൾട്ടിവുഡ് തന്നെ സ്ട്രക്ചർ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് പാനലാക്ക് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഈ കളേഴ്സ് എല്ലാം ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കിച്ചണുകളുടെയും മനോഹാരിതയ്ക്ക് കാരണമായിട്ടുള്ള ഗ്ലാസുകൾ, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന എല്ലാ കിച്ചണിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് പാനലാക്ക് ഗ്ലാസ്സുകളാണ്. കാരണം പാനലാക്ക് ഗ്ലാസിൻ്റെ ഒരു അക്രലിക് അതുപോലെ ലാമിനേറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഷേക്കും ഈ ഗ്ലാസ്സിൽ വരുന്നില്ല. ഏറ്റവും നല്ല പെർഫെക്റ്റ് പ്രീമിയം ക്വാളിറ്റി തന്നെ ഫിനിഷ് കിട്ടാനായിട്ട് നമ്മൾ പാനലാക്ക് ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാം ടാൻഡം ബോക്സസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാൻഡിൽ ഫ്രീ ആണ് ഈ ഗ്ലാസ്സുകൾ, ഈ കബോർഡ്സ് എല്ലാം. ഇതിൻ്റെ ടോപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കൊറിയൻ ടോപ്പാണ്. ഈ കിച്ചൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാളിൽ ഒരു ആർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൻ്റെ പുറത്ത് തന്നെ നമ്മൾ പെയിൻറ് ഫിനിഷ് ആക്കിയിട്ട് സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഓൾ ത്രൂ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 8 ഐറ്റത്തോളം നമ്മൾ തന്നെ ഇവിടെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ ഒരു പിങ്ക് കളർ പാറ്റേണിലാണ് നമ്മൾ ഇതിൻ്റെ ലാമിനേറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ കുഷ്യൻസും അതിൻ്റെ ബെഡ് സ്പ്രെഡുകളെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ തന്നെ കിഡ്സ് ബെഡ്റൂമിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ എലമെൻറ്റ്സ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഏറ്റവും ആകർഷകമായ രീതിയിൽ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു വാള് ക്ലാഡിങ്, ഈ ഒരു വാള് സ്ട്രക്ചർ ഫിനിഷ് ചെയ്തതോട് കൂടെ തന്നെ ആ ഒരു വാളിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിക് ടൈപ്പ് എലമെന്റ്സ് കൂടി നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചേക്കുന്ന സൈഡ് ടേബിൾസ് എല്ലാം റൗണ്ട് പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പ്ലൈവുഡിൽ നമ്മൾ വിനീർ ഫിനിഷിൽ തന്നെ എക്സ്റ്റീരിയർ, അതിൻ്റെ ഔട്ട്സൈഡ് എല്ലാം നമ്മൾ ഒറിജിനൽ നാച്ചുറൽ വുഡ് തന്നെ ലൂവർ ഡിസൈൻ ചെയ്ത് അതെല്ലാം റൂട്ടഡ് ആക്കിയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു സൈഡ് ടേബിൾ പാറ്റേൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാർഡ്രോബിനകത്ത് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ലാമിനേറ്റ് കൊടുത്തിട്ട് എഡ്ജസ് എല്ലാം കൃത്യമായിട്ട് ഷാർപ്പൻ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ 2mm എഡ്ജ് ബാൻഡ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലാമിനേറ്റ്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള എല്ലാ പ്രൊഡക്ട്സിലും നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക 2mm എഡ്ജ് ബാൻഡ് ആയിരിക്കും. ഈ എഡ്ജ് ബാൻഡ് തന്നെ അപ്പോൾ നമ്മുടെ ഈ കോർണേഴ്സ് എല്ലാം നല്ല സ്മൂത്തനായിട്ട് ഫിനിഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ 2mm എഡ്ജ് ബാൻഡ് ഉപയോഗിച്ച് അത് റൂട്ടർ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് മോൾഡാക്കി ചെയ്യാൻ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വർക്കിന് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് ഒരു പ്രീമിയം ടച്ച് നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന് അത്രയും വ്യക്തമായ ഒരു ക്ലാരിറ്റി, ഒരു ക്ലിയർ നമുക്ക് ലഭിക്കുക. ഇതാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ഒരു വഴി. ഈ വഴിയിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വുഡൻ പാനലിംഗ് എന്ന് പറയുമ്പോൾ മൾട്ടി വുഡ് തന്നെ വിനീർ ഫിനിഷ്ഡ് ആയിട്ട് ഓരോ ബീഡിങ്ങുകളും 1mm ഗ്യാപ്പ് ഇട്ടിട്ട് ഏറ്റവും സുന്ദരമായ രീതിയിൽ ഈ ഒരു സൈഡ് പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേണിനോട് ചേർന്ന രീതിയിൽ തന്നെ വോള് നമ്മൾ അഡീഷണൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. അതിൽ സ്ട്രക്ചർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ ഒരു കോർണർ ടൈപ്പിലായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണർ ടൈപ്പുള്ള ടേബിളിന്റെ മേലെ കൊറിയൻ ടോപ്പാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് സ്റ്റഡി ചെയ്യാനും, അതായത് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ സൈഡിലൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ രീതിയിൽ നിന്ന് മുഴുവനായിട്ട് കാണാവുന്ന രീതി, അതായത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമ്മൾ കാണാവുന്ന രീതിയിൽ തന്നെ വലിയൊരു മിറർ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലം. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്, ബെഡെല്ലാം ചെയ്തിട്ടുള്ളത് കുഷൻ ടൈപ്പിൽ തന്നെയാണ്. ഈ വാളെല്ലാം അഡീഷണൽ പാനലിംഗ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത ടൈപ്പിലേക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു സ്ട്രക്ചർ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കെല്ലാം കേർവ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ കർട്ടൻസ് എല്ലാം ലോങ് കർട്ടൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇതാണ്. ഓരോ വീടും ഓരോ തണലിടങ്ങളാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ തണലിടങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും ആനന്ദകരമായ ഒരു അനുഭവം ലഭിക്കുന്ന, ഏറ്റവും മനസ്സുകൾ ലഭിക്കുന്ന, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആ വീട്ടിൽ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സുഖം, ഒരു സന്തോഷം, അതാണ് ഓരോ വീടിൻ്റെയും മനോഹരമായ ഘടകം. അതുകൊണ്ടാണ് ഓരോ വീടുകളും ഓരോ തണലിടങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നതിന് കാരണം. ആ തണലിടങ്ങളിലേക്ക് നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഇന്ന് ഈ ഒരു കാര്യത്തോടു കൂടി, ഈ ഒരു റൂമോട് കൂടിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.